ചില വസ്തുതകൾ ഞാൻ പുറത്തുവിടുകയാണ്. ഞാൻ ഉന്നയിച്ച അഴിമതി ആരോപണം വസ്തുതകളുടെ പിൻബലത്തിലാണ്, രേഖകളുടെ പിൻബലത്തിലാണ്. കഴിഞ്ഞ 4 ദിവസമായി സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി ഇതുമായും ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തോട് ഞാൻ 9 ചോദ്യങ്ങൾ കോഴിക്കോട് വെച്ച് ഞാൻ ചോദിച്ചു. അതിനും അദ്ദേഹം മറുപടി പറഞ്ഞില്ല. കേരളത്തിൽ നടക്കുന്ന ഗുരുതരമായ ഒരു അഴിമതിയാണ് അനർട്ടുമായി ബന്ധപ്പെട്ട് ഞാൻ പുറത്തുവിട്ടത്. അത് മന്ത്രി പറയുന്നത് ഞാൻ മുഖ്യമന്ത്രിക്ക് വിശദീകരണം നൽകുമെന്നാണ്. ഇത് മന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള സ്വകാര്യ ഇടപെടലല്ല. കേരളത്തിലെ ജനങ്ങളുടെ പണം, കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന പണം ഈ വഴിവിട്ട നിലയിൽ ചെലവഴിക്കുകയും അതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളുണ്ട് എന്ന് രേഖകളുടെ പിൻബലത്തോടെ ഞാൻ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ വിഷയം ഇതിൽ നിന്ന് വൈദ്യുതി മന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അലർട്ട് സിഇഒ നടത്തിയിട്ടുള്ള അഴിമതികളെ സംബന്ധിച്ചാണ് ഞാൻ പുറത്തു കൊണ്ടുവന്നത്. 5 ലക്ഷം രൂപ വരെ മാത്രം ടെൻഡർ ചെയ്യാനുള്ള അധികാരമുള്ള ഒരാള് കോടികളുടെ ടെൻഡറുകൾ നടത്തിയതിനെ സംബന്ധിച്ച് ഒരക്ഷരവും ഇതുവരെ മന്ത്രി പറയുന്നില്ല. 240 കോടി രൂപയുടെ ടെൻഡറാണ് അദ്ദേഹം വിളിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് എന്ത് അധികാരമാണുള്ളത്? വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് അനർട്ട്. അനർട്ടിലെ ഫൈനാൻസ് ഓഫീസർമാർ അറിഞ്ഞിട്ടില്ല, ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞിട്ടില്ല. സിഇഒ നേരിട്ട് നടത്തുന്ന ഏതാനും കരാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ടെൻഡറുകളെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കാൻ സാധിച്ചത് വൈദ്യുതി വകുപ്പ് സെക്രട്ടറിയോട് അന്വേഷിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചുവെന്നാണ് ആദ്യം പറഞ്ഞത്. 15 ദിവസത്തിനകം റിപ്പോർട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത്. പിന്നെ പത്രക്കാരോട് മന്ത്രി പറഞ്ഞത് വൈദ്യുതി വകുപ്പ് സെക്രട്ടറി സ്ഥലത്തില്ലാത്തത് കൊണ്ട് ഈ അഴിമതി വിധേയനായ വ്യക്തി തന്നെ അന്വേഷിക്കുമെന്നാണ്. എനിക്ക് ആദ്യമായിട്ടാണ് അങ്ങനൊരു അറിവുള്ളത്. ഒരു വ്യക്തിയെ പറ്റി അഴിമതി ആരോപണം ഉണ്ടായാൽ ആ വ്യക്തി തന്നെ അന്വേഷിക്കണമെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ്? മുഖ്യമന്ത്രിയെ കണ്ട് വൈദ്യുതി മന്ത്രി ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് മേൽ നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത്? അനർട്ടിന്റെ സിഇഒ ആ സ്ഥാനത്ത് തുടരുന്നത് ശരിയായ നടപടിയല്ല. അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സമഗ്രമായ അന്വേഷണം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ഇടപാടുകളെ സംബന്ധിച്ച് ശരിയായ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഒരു ഫോറൻസിക് ഓഡിറ്റ് നടത്തണം. അതിനുശേഷം ഒരു സമഗ്രമായ അന്വേഷണം ഉണ്ടാകണം. ഇതിനകത്ത് PM കുസും പദ്ധതി പ്രകാരമാണ് ഏറ്റവും വലിയ കോടികളുടെ 100 കോടി രൂപയുടെ അഴിമതി ഉണ്ടായിട്ടുള്ളത്. PM കുസും പദ്ധതി എന്നത് കർഷകർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. സൗരോർജ പമ്പുകൾ സൗജന്യമായി കർഷകർക്ക് വെച്ചു കൊടുക്കാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചത്. ഈ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ 30% കേന്ദ്ര ഗവൺമെന്റും 30% സംസ്ഥാന ഗവൺമെന്റും ബാക്കി വരുന്നത് കർഷകരും എന്നുള്ള നിലയിലാണ് വെച്ചത്. കേരളത്തിൽ ഇത് നബാർഡിൽ നിന്ന് പലിശയ്ക്ക് പണമെടുത്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് നബാർഡിൽ നിന്ന് പണമെടുത്ത് ഇതിനെ സപ്പോർട്ട് ചെയ്യാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. അപ്പൊ ചുരുക്കത്തിൽ 100% ഗവൺമെന്റാണ് ഇതിന്റെ പണം, കേന്ദ്രവും സംസ്ഥാനവുമാണ് നൽകുന്നത്. ഇതിലുണ്ടായിരിക്കുന്ന ഗുരുതരമായ അഴിമതിയാണ് ഞാൻ പുറത്തു കൊണ്ടുവന്നത്. ഇതിന്റെ എല്ലാം വിശദമായ രേഖകൾ മാധ്യമങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. PM കുസും പദ്ധതിയിൽ തന്നെ 100 കോടി രൂപയിലധികം അഴിമതി ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെയാണ് വിവിധ വകുപ്പുകളിൽ സോളാർ പാനലുകൾ വെക്കുന്നതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. വൈദ്യുതി മന്ത്രി അറിയാതെ എങ്ങനെ ഈ പദ്ധതി ഇത്രയും വലിയൊരു പദ്ധതി നടപ്പാക്കും? ഈ അഴിമതികൾ അദ്ദേഹം കണ്ടില്ല എന്ന് നടിക്കുന്നത് ശരിയാണോ? അപ്പോൾ
വൈദ്യുതി മന്ത്രിയുടെ ഓഫീസും മന്ത്രിയും അറിയാതെ ഈ അഴിമതിക്ക് കളമൊരുങ്ങില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ജനങ്ങൾ വിശ്വസിക്കുന്ന കാര്യം. അതോടൊപ്പം തന്നെ അവിടെ നടക്കുന്ന എല്ലാ ടെൻഡറുകളും പൊട്ടിച്ചു നോക്കുന്നത് ഫൈനാൻസ് ഓഫീസറാണ്. താൽക്കാലിക ജീവനക്കാരാണ് ഇപ്പോൾ അവിടെ ടെൻഡർ പോലും പൊട്ടിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പുറത്തുവിട്ട രേഖകൾക്കനുസരിച്ച് അവർ ഇതിൽ ടെൻഡറിൽ പൊട്ടിച്ച് ടെൻഡർ തിരുത്തി എന്നുള്ള വസ്തുതയും ഞാൻ പുറത്തു കൊണ്ടുവരികയുണ്ടായി. അപ്പൊ ഇതേ സംബന്ധിച്ച് ഇതുവരെ മന്ത്രിയോ സിഇഒ വിശദമായ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. വൈദ്യുതി മന്ത്രിക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഏണസ്റ്റ് ആൻഡ് യങ് എന്നാണ് കമ്പനിയുടെ പേര്. ഇപ്പൊ EY എന്നാണ്. ആ EY എന്ന് പറയുന്ന കമ്പനിയെ തന്നെ കൺസൾട്ടന്റായി നിയമിച്ചത് വളഞ്ഞ വഴിയിലൂടെയാണ്. അങ്ങനെ കൺസൾട്ടന്റായി നിയമിച്ച ആ കമ്പനിയിൽ അനർട്ടിലെ താൽക്കാലിക ജീവനക്കാരനെ അവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ മാസവേതനത്തിൽ നിയമിക്കുകയും അയാളെ തന്നെ വീണ്ടും തിരിച്ച് റീഡിപ്ലോയ് ചെയ്യുകയും ചെയ്തത് അഴിമതി സുഗമമായി നടത്താൻ വേണ്ടിയാണ് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഇത്രയും വലിയൊരു അഴിമതി നടന്നിട്ട് ഈ വസ്തുതകളെ പറ്റി സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. വൈദ്യുതി വകുപ്പിനെതിരായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് വൈദ്യുതി മന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം പുറത്തുവിടണം. ഈ അഴിമതി അവസാനിപ്പിക്കാനുള്ള നടപടി ഉണ്ടാകണം. അനർട്ടിലെ സിഇഒയെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം അന്വേഷണം ഉണ്ടാകാൻ. ഫണ്ട് ശേഖരണത്തിന്റെ ആപ്പ് തയ്യാറാക്കി ആപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആക്ഷേപം ഉയർന്നിരിക്കുകയാണ്. ആ ആപ്പ് പ്രവർത്തിക്കുന്നില്ല, കുട്ടിക്കെട്ടി എന്ന രീതിയിലാണുള്ളത്. ആദ്യം ഗവൺമെന്റ് ജനങ്ങളിൽ നിന്ന് പിരിച്ച പണം ചെലവാക്കട്ടെ. അവരെ അത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസിനെതിരായും ലീഗിനെതിരായും അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് പിരിച്ച പണം എവിടെ? അവിടെ വാടകക്കാർക്ക് വാടക കൊടുക്കുന്നില്ല, ചികിത്സ ആവശ്യമുള്ളവർക്ക് ചികിത്സാ സഹായം കൊടുക്കുന്നില്ല. ഈ ജൂലൈ 30 ഒരു വർഷമാവുകയാണ്. മുണ്ടക്കൈ ദുരന്തം ഉണ്ടായിട്ട് ഒരു വർഷമായി. എന്തുകൊണ്ടാണ് ഇതൊരു ഗവൺമെന്റ് ഒന്നും ചെയ്യാത്തത്? അത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസ് പണം പിരിച്ചതിനെ പറ്റി പറയുന്നു, ലീഗ് പണം പിരിച്ചതിനെ പറ്റി പറയുന്നു. യൂത്ത് കോൺഗ്രസ് പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ ആ പിടിച്ച പണം മുഴുവൻ ചെലവാക്കും. ആ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഇത് അറിയേണ്ടത് പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ച പണം ഗവൺമെന്റ് എന്ത് ചെയ്തു എന്നുള്ളതാണ്. അത് പറയാതെ മറ്റുള്ള ആളുകളുടെ പേരിൽ ആരോപണം ഉന്നയിക്കുന്നത് ഗവൺമെന്റിന്റെ പിടിപ്പുകേട് മറച്ചു വെക്കാൻ വേണ്ടി മാത്രമാണ്. അതിന് ആരോഗ്യരംഗത്ത് ഉണ്ടായ വലിയ പ്രശ്നം പിടിപ്പുകേട്, അത് മറച്ചു വെക്കാൻ വേണ്ടിയാണ് SFIക്കാരെ കൊണ്ട് യൂണിവേഴ്സിറ്റിക്കെതിരെ അടിച്ചു തകർത്ത് സമരം ചെയ്തത്. ഗവർണർക്കെതിരെ സമരം ചെയ്യണമെങ്കിൽ രാജ്ഭവനിലല്ലേ ചെയ്യേണ്ടത്? അന്ന് SFIക്കാരെ കൊണ്ട് ഈ സമരം ചെയ്യിച്ചത് ആരോഗ്യ വകുപ്പിന് നേരെ സംസ്ഥാനത്തൊട്ടാകെ ഉയർന്നു വന്ന പ്രതിഷേധത്തെ മറച്ചു വെക്കാനാണ്. പ്രതിപക്ഷ കക്ഷികളും ഞങ്ങളുടെ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും യൂത്ത് കോൺഗ്രസും KSU ഒക്കെ സമരരംഗത്തായിരുന്നു, പ്രതിപക്ഷ സമരരംഗത്തായിരുന്നു. അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സിറ്റി കയറി പോലീസിന്റെ സഹായത്തോടെ അവർ ഇവിടെ അടിച്ചു തകർത്തത് എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വർഷമായിട്ടും ഒരു പുനരധിവാസവും നടപ്പാക്കാത്ത ഗവൺമെന്റ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് നേരെയും ലീഗിന് നേരെയും ആക്രമണം ഉന്നയിക്കും. ഞങ്ങൾ പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ ആ പണം ചെലവേണ്ടി അതൊരു സംശയമില്ല. ഫണ്ട് ശേഖരണത്തിന്റെ ആപ്പ് തയ്യാറാക്കി ആപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആക്ഷേപം ഉയർന്നിരിക്കുകയാണ്. ആ ആപ്പ് പ്രവർത്തിക്കുന്നില്ല, കുട്ടിക്കെട്ടി എന്ന രീതിയിലാണുള്ളത്. ആദ്യം ഗവൺമെന്റ് ജനങ്ങളിൽ നിന്ന് പിരിച്ച പണം ചെലവാക്കട്ടെ. അവരെ അത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസിനെതിരായും ലീഗിനെതിരായും അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് പിരിച്ച പണം എവിടെ? അവിടെ വാടകക്കാർക്ക് വാടക കൊടുക്കുന്നില്ല, ചികിത്സ ആവശ്യമുള്ളവർക്ക് ചികിത്സാ സഹായം കൊടുക്കുന്നില്ല. ഈ ജൂലൈ 30 ഒരു വർഷമാവുകയാണ്. മുണ്ടക്കൈ ദുരന്തം ഉണ്ടായിട്ട് ഒരു വർഷമായി. എന്തുകൊണ്ടാണ് ഇതൊരു ഗവൺമെന്റ് ഒന്നും ചെയ്യാത്തത്? അത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ്
യൂത്ത് കോൺഗ്രസ് പണം പിരിച്ചതിനെ പറ്റി പറയുന്നു, ലീഗ് പണം പിരിച്ചതിനെ പറ്റി പറയുന്നു. യൂത്ത് കോൺഗ്രസ് പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ ആ പിടിച്ച പണം മുഴുവൻ ചെലവാക്കും. ആ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഇത് അറിയേണ്ടത് പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ച പണം ഗവൺമെന്റ് എന്ത് ചെയ്തു എന്നുള്ളതാണ്. അത് പറയാതെ മറ്റുള്ള ആളുകളുടെ പേരിൽ ആരോപണം ഉന്നയിക്കുന്നത് ഗവൺമെന്റിന്റെ പിടിപ്പുകേട് മറച്ചു വെക്കാൻ വേണ്ടി മാത്രമാണ്. ഇപ്പൊ തന്നെ ആരോഗ്യരംഗത്ത് ഉണ്ടായ വലിയ പ്രശ്നം പിടിപ്പുകേട്, അത് മറച്ചു വെക്കാൻ വേണ്ടിയാണ് SFIക്കാരെ കൊണ്ട് യൂണിവേഴ്സിറ്റിക്കെതിരെ അടിച്ചു തകർത്ത് സമരം ചെയ്തത്. ഗവർണർക്കെതിരെ സമരം ചെയ്യണമെങ്കിൽ രാജ്ഭവനിലല്ലേ ചെയ്യണം. അന്ന് SFIക്കാരെ കൊണ്ട് ഈ സമരം ചെയ്യിച്ചത് ആരോഗ്യ വകുപ്പിന് നേരെ സംസ്ഥാനത്തൊട്ടാകെ ഉയർന്നു വന്ന പ്രതിഷേധത്തെ മറച്ചു വെക്കാനാണ്. പ്രതിപക്ഷ കക്ഷികളും ഞങ്ങളുടെ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും യൂത്ത് കോൺഗ്രസും KSU ഒക്കെ സമരരംഗത്തായിരുന്നു, പ്രതിപക്ഷ സമരരംഗത്തായിരുന്നു. അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സിറ്റി കയറി പോലീസിന്റെ സഹായത്തോടെ അവർ ഇവിടെ അടിച്ചു തകർത്തത് എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ടുണ്ടായ 1 വർഷമായിട്ടും ഒരു പുനരധിവാസവും നടപ്പാക്കാത്ത ഗവൺമെന്റ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് നേരെയും ലീഗിന് നേരെയും ആക്രമണം ഉന്നയിക്കും. ഞങ്ങൾ പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ ആ പണം ചെലവേണ്ടി, അതൊരു സംശയമില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസത്തെ കുറ്റപത്രത്തിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം പുറത്തു വന്നത് അത് ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുള്ള മൊഴിയാണ് ഇപ്പോൾ പ്രധാനമായി TPDPക്ക് ഒരു പഴുതായി മാറുന്നത്. അതായത് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് നവീൻ ബാബു സമ്മതിച്ചിട്ടുള്ളതാണ് ആ മൊഴിയുടെ ഭാഗമായിട്ട് കളക്ടർ പറഞ്ഞിരിക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം തന്നെ രാജ്യ മിനിസ്റ്ററോട്, റവന്യൂ മന്ത്രി K. രാജനോട് സംസാരിച്ചിരുന്നതായും കളക്ടറുടെ മൊഴിയുടെ ഭാഗമായി ഉച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഇതിനകത്ത് കൂടുതൽ ദുരൂഹത ഉണ്ടാവുകയാണ്, കൂടുതൽ ഒരു സംശയങ്ങൾ കിടന്നിരിക്കുകയാണ്. എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട്? ആദ്യം മുതൽ തന്നെ ഈ ദിവ്യയെ സഹായിക്കാനും രക്ഷപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് ഗവൺമെന്റ് ഭാഗത്തുണ്ടായത്. നവീൻ ബാബുവിന്റെ അതുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ കുടുംബം സുപ്രീം കോടതി വരെ പോകേണ്ടതായ അവസരം ഉണ്ടായത്. താഴത്തുള്ള 2 കോടതികൾ നീതി കിട്ടാത്തതാണ് സുപ്രീം കോടതി വരുന്നത്. പക്ഷെ ഇതിനെ സംബന്ധിച്ചാണ് ഇത് ആദ്യം മുതൽ തന്നെ അന്വേഷണം യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ആയിരുന്നില്ല. ആരെയൊക്കെ പ്രത്യേകിച്ച് PP ദിവ്യയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോയത്. അതിന്റെ ഭാഗമാണ് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം. വാസ്തവത്തിൽ യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാകും. താമസമില്ലാതെ തന്നെ ഇത്തരം കാര്യങ്ങൾ പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതായത് ജില്ലാ കളക്ടർ ഒരു വ്യാജമായ മൊഴി നൽകിയതാണ് സംശയിക്കാൻ പാടുള്ള കാര്യങ്ങളാണ്. ജില്ലാ കളക്ടർ പറയുന്ന തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു പറഞ്ഞെന്നുള്ളതാണ്. ഈ ഭരണത്തിന്റെ കീഴിൽ ഏത് ഉദ്യോഗസ്ഥനാണ് മറിച്ച് പറയാനുള്ള ധൈര്യം ഉണ്ടാകുന്നത്? അപ്പോൾ നവീൻ ബാബുവിന്റെ ബന്ധപ്പെട്ട സംഭവങ്ങളിൽ പ്രതിയെ രക്ഷിക്കാനുള്ള ആസൂത്രിതമായ നീക്കം നടന്നു. പോലീസ് അവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ നിങ്ങൾക്കറിയാം. ആ ആസൂത്രിതമായ ഭാഗത്തിന്റെ ഭാഗമാണ് കളക്ടറുടെ റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ. ഏതായാലും സത്യം ഒരു ദിവസം പുറത്തു വരും. രാജൻ പറയട്ടെ, അറിഞ്ഞിരുന്നു. അല്ല, റവന്യൂ മന്ത്രിക്ക് ഇതെല്ലാം അറിയാതിരുന്നു എന്ന് കളക്ടർ പറഞ്ഞാൽ റവന്യൂ മന്ത്രി അത് വിശദീകരിക്കണം. തന്നോട് സംസാരിച്ചോ, എന്താണ് വസ്തുത എന്നുള്ള കാര്യം ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യത റവന്യൂ മന്ത്രിക്കില്ലേ? അദ്ദേഹം തുറന്നു പറയട്ടെ. അതന്നെ, അതാണ് ചെയ്തോളൂ. ഏതായാലും സത്യം ഒരു ദിവസം പുറത്തു വരും. സത്യത്തെ അങ്ങനെ അധികാരം മൂടി വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് സത്യം പുറത്തു വരും. സ്വർണ്ണപാത്രം കൊണ്ട് മൂടി വെച്ചാലും സത്യം എന്തെങ്കിലും ഒരു ദിവസം പുറത്തു വരും. ആ സംശയം അതെ. വൈദ്യുതി വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം ആക്ഷേപങ്ങൾ ഉയർന്നു വരികയാണ്. നിങ്ങൾ വളരെ ഗൗരവതരമായ കാര്യമാണ്. വൈദ്യുതി വകുപ്പിൽ ഡയറക്ടർമാരില്ല, എല്ലാവർക്കും ചാർജാണ്. ആദ്യമായി കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇലക്ട്രിസിറ്റി ബോർഡ്. ആ ബോർഡിൽ ഡയറക്ടർ പർച്ചേസ് ഇല്ല, ഡയറക്ടർ പ്രോജക്റ്റ് ഇല്ല, ഡയറക്ടർ മെയിൻ്റനൻസ്, ഇതാരുമില്ല. അപ്പൊ ഇതിലെല്ലാം നടക്കുന്ന വലിയ അഴിമതിയാണ്. അഴിമതിക്ക് വേണ്ടി കുത്തഴിഞ്ഞ ഒരു വകുപ്പായി
വൈദ്യുതി വകുപ്പ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ദാരുണമായ സംഭവം തേവലക്കരയിലുണ്ടായി. മിഥുൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞിന്റെ മരണമുണ്ടായി. ബന്ധപ്പെട്ട ആളുകൾ അറിയിച്ചിട്ടും വൈദ്യുതി ബോർഡ് അത് മാറ്റാൻ തയ്യാറായില്ല. ആ വൈദ്യുതി കമ്പി മാറ്റിയിരുന്നെങ്കിൽ ഈ കുട്ടിക്ക് അപകടം ഉണ്ടാകുമായിരുന്നു. മാത്രമല്ല 2 വർഷം മുമ്പ് വയനാട്ടിൽ ഒരു കുട്ടിയെ പാമ്പ് കടിച്ചു മരിച്ചു. അന്ന് ശ്രീ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടതാണ് സുരക്ഷാ ഓഡിറ്റ് നടത്തണം. കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും സുരക്ഷാ ഓഡിറ്റ് വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത് മുഖ്യമന്ത്രി കത്തു കൊടുത്തു. 3 വർഷം കഴിഞ്ഞിട്ട് ഒരു നടപടി ഉണ്ടായി. ഒറ്റപ്പാലത്ത് ഒരു മേശയിൽ നിന്ന് ഒരു പാമ്പിനെ കുട്ടികൾ കണ്ടു. എങ്ങനെ വിശ്വസിച്ച് നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കും? സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഒരു സുരക്ഷാ ഓഡിറ്റ് നടപ്പാക്കണ്ടേ? ഈ തേവലക്കര സംഭവത്തോടുകൂടി കുട്ടികളുടെ സുരക്ഷയെ സംബന്ധിച്ചുള്ള ആശങ്കകൾ ഉയർന്നു വരികയാണ്. അത് പരിഹരിക്കാൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കണം.